സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 പാസ് മാർക്ക് എത്രയാണെന്നുള്ളതിനെപ്പറ്റി ഇപ്പോഴും പലരും പലതരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാസ് മാർക്ക് എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ 10 വേണോ അതല്ല മൊത്തം 10 മാർക്ക് കിട്ടിയാൽ മതിയോ എന്നുള്ളതാണ് പലരുടെയും സംശയം. അതായത് കീമിൽ ഒരു വിഷയം, കെമിസ്ട്രി എന്ന ഒരു വിഷയം ഒന്നും പഠിക്കാത്തൊരു കുട്ടി അതിൽ നിന്ന് ഒറ്റ ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്സിൽ ഫുൾ മാർക്ക് കിട്ടിയാലും അതേപോലെ ഫിസിക്സിൽ ഫുൾ മാർക്ക് കിട്ടിയാലും അല്ലെങ്കിൽ മാത്സിലോ ഫിസിക്സിലോ ക്വാളിഫയിങ് മാർക്കായിട്ടുള്ള എത്രയെങ്കിലും കിട്ടിയാൽ, അതായത് ഒരു 20 25 ഒക്കെ കിട്ടിയാലും ആ കുട്ടി ക്വാളിഫൈ ചെയ്യോ ഇല്ലേ എന്നുള്ളതാണ് പലരുടെയും സംശയം. ഒരു സെഷനിൽ ഒട്ടും ആൻസർ ചെയ്യാതെ ബാക്കി സെഷൻസിൽ നിന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്വാളിഫൈ ആവുമോ ഇല്ലേ എന്നുള്ളത്, അതാണ് ഒട്ടുമിക്ക പേരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോസ്പെക്ടസിൽ എവിടെയും ഇൻഡിവിജ്വൽ ക്വാളിഫിക്കേഷൻ വേണം, ഓരോ സബ്ജക്റ്റിലും 10 മാർക്ക് കിട്ടണം എന്നോ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും ക്വാളിഫൈ ചെയ്യണം എന്നോ പറഞ്ഞിട്ടില്ല. കീം എക്സാമിൻ്റെ കേസിൽ ഓരോ പേപ്പറിലും ഓരോ സബ്ജക്റ്റിലും ക്വാളിഫൈ ചെയ്യണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പ്ലസ് ടു പരീക്ഷയിൽ അതായത് എൻജിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പ്ലസ് ടു പരീക്ഷയുടെ മാർക്ക് എടുക്കുമ്പോൾ അവിടെ ഓരോ വിഷയത്തിലും പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷനാണ് ഇവിടെ പലർക്കും വന്നിരിക്കുന്നത്. കീം പരീക്ഷയിൽ ഫിസിക്സിന് മാത്രം അറ്റൻഡ് ചെയ്തൊരു കുട്ടിയാണെങ്കിലും അവർക്ക് ക്വാളിഫയിങ് മാർക്ക് ഉണ്ടെങ്കിൽ 600-ൽ 10 മാർക്കാണ് ക്വാളിഫയിങ് എന്ന് പറയുന്നത്. അത് നോർമലൈസേഷന് ശേഷം 10 മാർക്ക് ഉണ്ടായിരിക്കണം. ആ നോർമലൈസേഷൻ്റെ കാര്യത്തിലും പലർക്കും സംശയമുണ്ട്. അത് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത്. 600-ൽ 10 മാർക്ക്, ആകെ 600-ൽ 10 മാർക്ക്, 600-ൽ 10 എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു വിഷയത്തിൻ്റെ ഇതെടുത്തിട്ട് മാക്സിമം മാർക്ക് എടുത്തിട്ട്, ഇപ്പോൾ മാത്സ് ആണെങ്കിൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 75 ക്വസ്റ്റ്യൻസിൻ്റെ മാക്സിമം മാർക്ക് പറഞ്ഞാൽ 300ആണ്. അപ്പോൾ മാത്സിൽ 300-ൽ 10 കിട്ടണമെന്ന് പ്രോസ്പെക്ടസിൽ എവിടെ തിരഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് സംശയമുള്ളവരൊക്കെ അതൊന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിലൊന്ന് ആ ലൈൻസ് ഒന്ന് കോപ്പി ചെയ്ത് ഇട്ട് തന്നാൽ വളരെ സൗകര്യമായിരുന്നു. ഞാൻ ഒരുപാട് നേരം ഇതിൽ തിരഞ്ഞു നോക്കി, പലരും പല വീഡിയോയിലും അങ്ങനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഈ പ്രോസ്പെക്ടസിൽ കാണുന്നു എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ നമ്പറിലൊന്ന് അയച്ചു തരാം. ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഓരോ വിഷയത്തിലും ഇത് 10 മാർക്ക് കിട്ടണം എന്നുള്ളത്. 600-ൽ 10 മാർക്ക് ലഭിക്കണം എന്ന് പറയുന്നുണ്ട്. ആ 600-ൽ 10 മാർക്ക് ലഭിച്ചാൽ തന്നെ അത് നോർമലൈസേഷന് ശേഷം 10 മാർക്ക് ലഭിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ 600-ൽ ഡയറക്റ്റ് 10 മാർക്ക് എന്നല്ല. അപ്പോൾ ഇവിടെയും പ്രോസ്പെക്ടസിൻ്റെ 60-ാം പേജിൽ പറയുന്നുണ്ട്, ദ നോർമലൈസ്ഡ് സ്കോർ ഒബ്റ്റെയിൻഡ് ബൈ ദ കാൻഡിഡേറ്റ് ഇൻ ദ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ഷാൾ ബി കമ്പ്യൂട്ടഡ് ഔട്ട് ഓഫ് 300 ആൻഡ് ആഡഡ് ടു ദ ടോട്ടൽ സ്റ്റാൻഡർഡൈസ്ഡ് മാർക്ക് ഓഫ് മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഇത് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മാർഗം, എന്താണ് അതിൻ്റെ മെത്തേഡ് എന്നുള്ളതാണ് ഈ പറഞ്ഞത്. റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോർമലൈസ്ഡ് സ്കോർ ഒബ്റ്റെയിൻഡ് ബൈ ദ കാൻഡിഡേറ്റ് ഇൻ ദ എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ, എത്ര ആണോ നോർമലൈസ്ഡ് സ്കോർ കിട്ടിയിരിക്കുന്നത് അതിനെ 300-ലേക്ക് മാറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 600-ൽ 10 മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് ആ 10 മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ അത് 10-ൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിഫൈ ചെയ്യില്ല. 600-ൽ 20 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ നോർമലൈസേഷന് ശേഷം അത് 15-ഓ 16-ഓ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അത് 600-ൽ 16 ആയതുകൊണ്ട് തന്നെ 300-ൽ 8 മാർക്കായിട്ട് മാറും. 300-ൽ 8 മാർക്കായിട്ട് മാറും. അവിടെ 10 മാർക്കിൻ്റെ താഴെ ആയിട്ടുണ്ട്. എന്നിരുന്നാലും ആ കുട്ടി ക്വാളിഫൈഡ് ആണ്. കാരണം
600-ൽ ആ കുട്ടിക്ക് നോർമലൈസേഷന് ശേഷം 10-ൽ കൂടുതൽ മാർക്കുണ്ട്, അതുകൊണ്ട് തന്നെ ആ കുട്ടി ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ഇനി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ കീം പാസ് ഇത് വരുമ്പോൾ റിസൾട്ട് വരുമ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റുള്ള ചാനലുകളിൽ പലതിലും ഇതിൽ തെറ്റായ വ്യാഖ്യാനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. ഇനി അതേപോലെ നോർമലൈസേഷൻ എന്ന ആ പ്രോസസ്സ് പലരും സ്റ്റാൻഡർഡൈസേഷൻ എന്ന പ്രോസസ്സായിട്ട് കൺഫ്യൂഷൻ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയല്ല. പേജ് 55 പ്രോസ്പെക്ടസിൻ്റെ പേജ് 55 നോർമലൈസേഷൻ പ്രൊസീജിയർ ഫോർ എൻജിനീയറിംഗ് ആൻഡ് ഫാർമസി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആ നോർമലൈസേഷൻ എന്ന് പറയുന്നത് എൻജിനീയറിംഗ് ആൻഡ് ഫാർമസി എൻട്രൻസ് എക്സാമിനേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ഇൻ CBT മോഡ് ആൻഡ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു കണ്ടക്ട് ദ എക്സാമിനേഷൻ ഓൺ മൾട്ടിപ്പിൾ ഡേയ്സ്. ഈച്ച് സെഷൻ വിൽ ഹാവ് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓരോ സെഷനും സെപ്പറേറ്റ് സെറ്റാണ്. അതുകൊണ്ടാണ് ഈ നോർമലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ടു എൻഷുർ ദാറ്റ് കാൻഡിഡേറ്റ്സ് ആർ നെയ്തർ ബെനിഫിറ്റഡ് നോർ ഡിസഡ്വാൻറ്റേജഡ് ഡ്യൂ ടു ദ എക്സാമിനേഷൻ ഇൻ മൾട്ടിപ്പിൾ സെഷൻസ്. അപ്പോൾ ഓരോ ദിവസവും ക്വസ്റ്റ്യൻ മാറുന്നതുകൊണ്ട് ഒരു കുട്ടിക്ക് ബെനിഫിറ്റ് കിട്ടിയെന്നോ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഡിസഡ്വാൻറ്റേജ് വന്നോ എന്നുള്ള കംപ്ലൈൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നോർമലൈസേഷൻ പ്രൊസീജിയർ ഈസ് അഡോപ്റ്റഡ് എന്ന് പറയുന്നത്. അത് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറുമായിട്ട് എല്ലാ വർഷവും നടത്തുന്ന എൻജിനീയറിംഗ് എൻട്രൻസിൻ്റെ എൻജിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് +2 മാർക്ക് സ്റ്റാൻഡർഡൈസേഷൻ നടത്താറുണ്ട്. അതുമായിട്ട് വ്യത്യാസം ഉണ്ട് ഈ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ വേറെ നടക്കുന്നുണ്ട്, നോർമലൈസേഷൻ വേറെ നടക്കുന്നുണ്ട്. ഇത് പേജ് 55 പ്രോസ്പെക്ടസിൻ്റെ പേജ് 55 പറഞ്ഞ ഇതാണ് ഈ നോർമലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദ ടോട്ടൽ സ്കോർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ഔട്ട് ഓഫ് 300 ആർ നോർമലൈസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ 300 ആക്കുന്നതിന് മുമ്പ് ഉള്ള സ്കോറാണ് നോർമലൈസ്ഡ് സ്കോർ എന്ന് പറയുന്നത്. ആ നോർമലൈസ്ഡ് സ്കോർ എന്ന് പറഞ്ഞാൽ 600-ലാണ്. 600-ൽ നോർമലൈസ്ഡ് സ്കോർ 10 മാർക്കിലും കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, 10-ൽ കൂടുതലോ നോർമലൈസ്ഡ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 600-ൽ 10 മാർക്ക് നോർമലൈസ്ഡ് സ്കോറായിട്ടുള്ള 10 മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി കീം ക്വാളിഫൈ ചെയ്തു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നീട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിനെ വീണ്ടും സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിന് വിധേയമാക്കും. അതായത് 600-ൽ എന്നുള്ളത് 300-ലേക്ക് മാറ്റും. 300-ൽ നിങ്ങൾക്ക് 10-ൻ്റെ താഴെ ആയി കഴിഞ്ഞാലും അതിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവില്ല എന്ന് കൂടി പ്രത്യേകം ഓർമ്മിക്കുക. ഇത് വീണ്ടും പറയാൻ കാരണം ഒരുപാട് പേര് വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ്. സിയുടെ ഓഫീസുമായിട്ട് അതിൽ ബന്ധപ്പെട്ടതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ല ഇതിനെപ്പറ്റി എന്തെങ്കിലും പ്രോസ്പെക്ടസിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധത്തിൽ വല്ലതും ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുകയോ അല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ച് അറിയിക്കുകയോ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി മാത്രം നിങ്ങൾക്ക് ഈ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് വിളിച്ച് ചോദിക്കാൻ വേണ്ടി മാത്രം രാത്രി 7 മണിക്ക് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. നമസ്കാരം.